ഗായ്സ് അങ്ങനെ മൂന്നാറിൻ്റെ മൂന്നാമത്തെ വീഡിയോ കേട്ടത്. അപ്പോൾ രണ്ടാമത്തെയും ഒന്നാമത്തെയും വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ പോയി നോക്കിയാൽ മതി. നമ്മൾ ചെക്ക് പോസ്റ്റിലാണ് ലാസ്റ്റ് ക്ലൈമാക്സിൽ വീഡിയോ നിർത്തിയത്. നമ്മുടെ പോലീസുകാരൻ സാറ് വന്നിട്ട് എല്ലാം നമ്മുടെ വണ്ടിയൊക്കെ നോക്കി, എന്താ പറയുക, വണ്ടി നല്ല കമ്പനിയായ സാറിൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് ലാസ്റ്റ് കൊണ്ട് ക്ലൈമാക്സ് നിർത്തി. നമ്മൾ നേരെ മുന്നോട്ട് ഒരു 50 കിലോമീറ്റർ നമുക്ക് വീണ്ടും ഒരു റെസ്റ്റ് പറഞ്ഞാൽ ഒരു 1.5 റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് കയറി കുറച്ച് ഹില്ലായതുകൊണ്ട് കുറച്ച് റെസ്റ്റ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ മുന്നോട്ട് പോകുമ്പോഴാണ് പഴനിക്ക് നടന്നു പോകുന്ന കുറേ ടീമുകളെ കണ്ടു. പിന്നെ അവൻ്റെ അടുത്ത് കുറേ സംസാരിച്ച് നേര് അതും കണ്ട് നേരെ മുന്നോട്ട് പറഞ്ഞാൽ ഗായ്സ് പിന്നെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു വൈബ് പറഞ്ഞാൽ 1.5 വൈബ്. അത് അവിടെ ചെന്ന് നോക്കിയാലോ നമുക്കറിയുള്ളൂ. അപ്പോൾ പിന്നെ ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം നമുക്കൊരു ചായക്കടയാണ് ഗായ്സ്. നമ്മൾ കാലത്ത് അവിടെ നിന്ന് കഴിച്ചാണ് ചെക്ക് പോസ്റ്റിൻ്റെ താഴെ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. നേരിൽ കണ്ട ചായക്കടയിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നെയ്സ് ചായക്കടയായിരുന്നു. നല്ലൊരു തേയിലത്തോട്ടത്തിന് നടുവിലാണല്ലോ ചായക്കട വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയൊക്കെ അവിടെ നിരനിരയെ നിർത്തിയാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ളൊരു പതിവാണല്ലോ. പിന്നെ അതെല്ലാം കറക്റ്റായി ചെയ്തു അവിടെ നിന്ന് ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നേര് പിന്നെ നമ്മൾ പോണത് മൂന്നാർ ടൗണിക്കാണ്. ടൗണിക്ക് പറഞ്ഞാൽ എന്താ കാരണം ചോദിച്ചാൽ നമുക്ക് ഇനി അടുത്ത ലക്ഷ്യം റൂം സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ നിന്ന് നേര് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് മൂന്നാർ ടൗൺ എത്തിയത് ഫസ്റ്റ് നോക്കിയത് എന്താണ് ചോദിച്ചാൽ ഗൈസ്, ഈ അവിടുത്തെ ഒരു ഓട്ടോകളുണ്ടല്ലോ, ഒരു പ്രത്യേകതരം ഓട്ടോ അതാണ്ട് അങ്ങനെ വീലൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് അതിനെ കുറേ നേരം നോക്കി നിന്ന് പിന്നെ മൂന്നാർ ടൗണിൽ കിടന്ന് റൂമിന് വേണ്ടി കുറേ അലഞ്ഞു അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ച് തന്നെ വേഗം കിട്ടുന്ന ഒരു അണ്ണം പറഞ്ഞു. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിട്ട് കുറേ നേരം നിന്നപ്പോൾ റൂമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇത്രത്തോളം ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മൂന്നാറിലെ 4ാമത്തെ വീഡിയോ കാണാം. അപ്പോൾ പിന്നെ KSRTC സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ 2 നില ബസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അവിടെ നിന്ന് റൂമിന് വേണ്ടി അലയായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ബൈ.